സുഹൃത്തുക്കളെ, തൻ്റെ വിശ്വവിഖ്യാതമായ ഹാരി പോട്ടർ എന്ന നോവൽ പരമ്പരയിലൂടെ പുസ്തക പ്രസിദ്ധീകരണ ലോകത്തു തന്നെ വൻ വിസ്മയം തീർത്ത JK റൗളിംഗ് എന്ന വിശ്വോത്തര സാഹിത്യകാരിയുടെ നീണ്ട സഹനത്തിൻ്റെയും ഒടുവിൽ അവർ നേടിയ വൻ വിജയത്തിൻ്റെയും കഥയാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. 1965 ജൂലൈ 31 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിനു സമീപമുള്ള യേറ്റിലാണ് ജോആൻ റോളിംഗ് എന്ന ജോ ജനിച്ചത്. എഞ്ചിനീയർ ആയിരുന്ന പിതാവും വീട്ടമ്മയായിരുന്ന മാതാവിനുമൊപ്പം അനുജത്തിയായ ദിയും അടങ്ങുന്നതായിരുന്നു ജോയുടെ കുടുംബം. 1990 ജോയുടെ മാതാവ് തൻ്റെ രോഗാവസ്ഥ മോശമായതിനെ തുടർന്ന് മരണപ്പെട്ടു. എന്നാൽ 2 വർഷത്തിനകം തന്നെ ജോയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിവാഹം കഴിച്ചു. ഇത് ജോയെയും സഹോദരി ദിയെയും മാനസികമായി തളർത്തുകയും അവരുടെ പിതാവിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്തു. ജോയ്ക്ക് കുട്ടിക്കാലം മുതൽക്കേ കഥകൾ എഴുതുന്ന ശീലമുണ്ടായിരുന്നു. തനിക്ക് 6 വയസ്സുള്ളപ്പോൾ ജോ എഴുതിയ റാബിറ്റ് എന്ന നോവലാണ് അവരുടെ ആദ്യത്തെ കൃതി. 1986 എക്സിറ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ശേഷം ജോ ലണ്ടനിലെ ആംനസ്റ്റി ഇൻ്റർനാഷണലിൽ ജോലി ചെയ്തു വന്നിരുന്നു. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടൻ വരെ നടത്തിയ തീവണ്ടി യാത്രയ്ക്കിടെയാണ് ഹാരി പോട്ടർ എന്ന ഐന്ദ്രജാലികത തുളുമ്പുന്ന നോവൽ എഴുതുന്നതിനുള്ള ആശയം ജോയ്ക്ക് ലഭിച്ചത്. അതേ വർഷം തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായി ജോ പോർച്ചുഗലിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെയിരിക്കെ അറാൻഡസ് എന്ന വ്യക്തിയെ ജോ വിവാഹം കഴിക്കുകയും അവർക്ക് ജസീക്ക എന്നു പേരുള്ള ഒരു മകൾ ജനിക്കുകയും ചെയ്തു. എന്നാൽ അവിടം മുതൽ ജോയുടെ ജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കൊടിയ ദുഃഖങ്ങളും പ്രതിസന്ധികളും മഴയായി പെയ്തിറങ്ങാൻ തുടങ്ങി. വളരെ പ്രതീക്ഷയോടെ പൂവണിഞ്ഞ ദാമ്പത്യ ബന്ധം ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ തകർന്നു. സ്വന്തമായി ഒരു തൊഴിലും വരുമാനവുമില്ലാതെ, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ ഒരു കൈക്കുഞ്ഞുമായി ജോ ജീവിതത്തിൽ ദയനീയമായി ഒറ്റപ്പെട്ടു. സന്തോഷമെല്ലാം പൊടുന്നനെ മനസ്സിൽ നിന്നകന്നു. ഏകാകിയായി തീർന്ന ജോ കടുത്ത വിഷാദത്തിലേക്ക് തളച്ചിടപ്പെട്ടു. ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടുപോയ ജോ തൻ്റെ ഭാവി ഇരുളടഞ്ഞതിനെക്കുറിച്ച് ഉത്കണ്ഠയോടെ ചിന്തിച്ചു. ഒടുവിൽ പോർച്ചുഗലിൽ നിന്നും തിരിച്ച് ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് തൻ്റെ ഓമനയായ കൈക്കുഞ്ഞുമായി തിരിച്ചെത്തി. സുഹൃത്തുക്കളെയോ മറ്റാരെയെങ്കിലുമോ ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ലാതിരുന്നതിനാൽ ഉണ്ടായിരുന്ന പണം നൽകി തൽക്കാലം കുറച്ചു മാസം തങ്ങാനായി ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്തു. എന്നാൽ മറ്റൊരു താമസ സൗകര്യം ഒത്തു കിട്ടുന്നതുവരെ കുട്ടിയെയും കൂട്ടി തൻ്റെ കൂടെ വന്നു താമസിക്കുവാൻ സഹോദരി ദി അഭ്യർത്ഥിച്ചു. നിയമവിദ്യാർത്ഥിയായിരുന്ന സഹോദരി ദി ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന ഭർത്താവും ഒന്നിച്ച് എഡിൻബർഗിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ജോ തൻ്റെ കുഞ്ഞുമായി എഡിൻബർഗിലേക്ക് പോയി. അവിടെ ദിയും ഭർത്താവും താമസിക്കുന്നതിനൊപ്പം കഴിഞ്ഞു വന്നു. എന്നാൽ താൻ സ്വന്തമായി ഒന്ന് പിടിച്ചു നിൽക്കുന്നതുവരെ തൻ്റെ കുഞ്ഞിനെ പോറ്റാനായി സർക്കാർ നൽകുന്ന പൊതുധനസഹായം തന്നെ സ്വീകരിക്കുവാൻ ജോ തീരുമാനിച്ചു. എന്നാൽ എക്സിറ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പാസ്സായ ഒരു അധ്യാപികയായിരുന്ന ഒരാൾ ഇത്തരത്തിൽ പൊതുഖജനാവിലെ പണത്തിൽ ചിലവ് നടത്തിപ്പോകാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം മാനക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. എന്തായാലും 1994 സോഷ്യൽ സെക്യൂരിറ്റി വിഭാഗത്തിനെ സമീപിച്ച് ജോ മുന്നോട്ടു പോയി. തുടർന്ന് ഓരോ ആഴ്ചയിലും 69 പൗണ്ട് തുക സഹായമായി ലഭിക്കുകയുണ്ടായി. എന്നാൽ വെൽഫെയർ ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനായി പണം സ്വീകരിക്കുന്ന ആൾ ഒരു വലിയ ബുക്കിൽ എല്ലാവരും കാണുന്ന രീതിയിൽ അവരുടെ പേരുവിവരങ്ങൾ എഴുതി ഒപ്പിടണമായിരുന്നു. ഓരോ തവണയും ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ആ അപമാനഭാരത്തിൻ്റെ കയ്പുനീർ അങ്ങേയറ്റം കഠിന വേദനയോടെ ജോ കുടിക്കേണ്ടി വരികയായിരുന്നു. അതിനിടയിലാണ് 1993 ഒക്ടോബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജോൺ മേജർ വേദനാജനകമായ ഒരു പ്രസംഗം നടത്തിയത്. ഏകാകികളായ ഇത്തരം വീട്ടമ്മമാർ സമൂഹത്തിനൊരു വലിയ ബാധ്യത തന്നെയാണെന്നായിരുന്നു ആ പ്രസ്താവന. ആ സാഹചര്യത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന കൂടിയായപ്പോൾ അത് ജോയുടെ മനസ്സിനെ ആകെ ഉലച്ചു കളഞ്ഞു.
എങ്കിലും തൻ്റെ മകൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ആ അപമാനമെല്ലാം സഹിക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. ആ നാളുകളിൽ തൻ്റെ അഭിമാനം എത്രമാത്രം അടിച്ചമർത്തപ്പെടുകയായിരുന്നുവെന്ന് നീറുന്ന ഹൃദയവേദനയോടെ പിന്നീടവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അധികം താമസിയാതെ തനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ജോ വാടകയ്ക്കെടുത്തു. കുഞ്ഞിനെയും കൊണ്ട് ആ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. എന്നാൽ തീരെ നിലവാരമില്ലാതിരുന്ന ആ അപ്പാർട്ട്മെന്റിൽ തൻ്റെ കുഞ്ഞിനെ നിലത്ത് വയ്ക്കുവാൻ ജോയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അല്പമെങ്കിലും ഭേദപ്പെട്ട ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കണമെങ്കിൽ തനിക്കൊരു ജോലിയില്ലാതെ പറ്റില്ലെന്ന് ജോ തിരിച്ചറിഞ്ഞു. എന്നാൽ അതിനു മകളെ ചൈൽഡ് കെയറിലാക്കണം. പക്ഷേ അതിനും പണം വേണ്ടിയിരിക്കുന്നു. ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ജോലി ചെയ്ത് ധനം സമ്പാദിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ജോ മനസ്സിലാക്കി. ഒപ്പം തന്നെ സർക്കാരിൻ്റെ സഹായധനത്തെ ആശ്രയിച്ച് കൂടുതൽ കാലം മുന്നോട്ട് പോകാനാവില്ലെന്നും ജോയ്ക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാനായി തൻ്റെ പഴയകാല കലാലയ സുഹൃത്തായിരുന്ന സീൽ ഹാരിസിനോട് ജോ സഹായം അഭ്യർത്ഥിച്ചു. സുഹൃത്ത് സഹായം നൽകുകയും ചെയ്തു. എഡിൻബർഗിൽ ഒരു മുറിയുള്ള ഒരു ഫ്ളാറ്റ് വാങ്ങാൻ അവൻ പണം നൽകി. ജോയുടെ സഹോദരിയും സുഹൃത്തുക്കളും ഫർണിച്ചറുകളും മറ്റു സഹായങ്ങളും നൽകി. അങ്ങനെ ഒരു താമസ സ്ഥലം ലഭ്യമായി. പക്ഷേ അപ്പോഴും തൻ്റെ മകളെ മറ്റു കുട്ടികളെപ്പോലെ വളർത്താൻ കഴിയാത്തതിൽ അവർ ഏറെ വിഷമിച്ചിരുന്നു. ഇതെല്ലാം ജോയെ കടുത്ത ഏകാന്തതയിലേക്ക് തള്ളിവിടുകയും വിഷാദത്തിന് അടിമയാക്കുകയും ചെയ്തിരുന്നു. പുതിയ താമസ സ്ഥലത്ത് കഴിഞ്ഞു വരുമ്പോഴും ജോ തൻ്റെ പുസ്തകരചനയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ മറ്റുള്ള കുട്ടികൾക്കൊപ്പം തൻ്റെ മകളെ സംരക്ഷിച്ചു വളർത്തി വലുതാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശ മൂലം ക്രിസ്മസ് ഉൾപ്പെടെയുള്ള മറ്റ് ആഘോഷവേളകൾ കടന്നു വരുമ്പോഴൊക്കെയും ജോയ്ക്ക് അവയൊന്നും ഒട്ടും ആനന്ദകരമായി തോന്നിയിരുന്നില്ല. വാടകയ്ക്കും ഭക്ഷണത്തിനുമായി സർക്കാരിൽ നിന്നും ലഭിച്ചിരുന്ന ധനസഹായം നാമമാത്രമായിരുന്നു. മിക്കപ്പോഴും അത് കുഞ്ഞിൻ്റെ ഭക്ഷണത്തിനു മാത്രമേ തികയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിശക്കുന്ന പല വേളകളിലും ജോ ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടി. അത്രയേറെ സഹനത്തിലൂടെ കടന്നുപോകവേ ഒരു ജോലി തരപ്പെടുത്തുന്നതിനായി ജോ ആവുമിതം ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റൊരാൾ അയാളുടെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാൻ ഒരു മുറി തന്നെ ഒരുക്കി കൊടുത്തപ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അവയെല്ലാം ഒരു ഷൂ ബോക്സിൽ കുത്തിനിറയ്ക്കേണ്ടി വന്ന ആ ദയനീയമായ സാഹചര്യം ജോയെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മറ്റു കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും വളരാനും ലഭ്യമായിരുന്ന അവസരങ്ങൾ തൻ്റെ മകൾക്ക് നൽകാനാവാത്തതിൽ അങ്ങേയറ്റം വെന്തു നീറുകയായിരുന്നു ആ അമ്മ. ആ സാഹചര്യത്തിൽ വിഷാദരോഗത്തിന് അടിപ്പെട്ട് കൗൺസിലിംഗ് വരെ തേടേണ്ടി വന്നിരുന്നു എന്നതിൽ നിന്നും അവർ അനുഭവിച്ചിരുന്ന ആഘാതം എത്രത്തോളം ദയനീയമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആ നീറുന്ന ഓർമ്മകൾ എത്ര മൂർച്ചയുള്ളതായിരുന്നുവെന്ന് ഹാരി പോട്ടർ ആൻഡ് ദി പ്രിസണർ ഓഫ് അസ്കബാൻ എന്ന തൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ അവർ വിശദമായി വെളിവാക്കുന്നുണ്ട്. ഇങ്ങനെ കടുത്ത വേദനകളുടെ ആഘാതത്താൽ വെന്തു നീറുകയായിരുന്ന ജോ ഒരു നാൾ ഒരു പ്രതിജ്ഞയെടുത്തു. എന്നെങ്കിലും ഒരിക്കൽ ചിലവഴിക്കാൻ തക്ക രീതിയിൽ തനിക്ക് പണമുണ്ടായാൽ അന്ന് തന്നെപ്പോലെ ജീവിതത്തിൽ തനിച്ചായി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമാരെ സഹായിക്കാനായി ആ തുക താൻ ചെലവഴിക്കുമെന്നതായിരുന്നു ആ പ്രതിജ്ഞ. ഒരു പുതിയ ഉൾക്കാഴ്ചയുമായി ജോ മുന്നോട്ടു പോയി. ആ വർഷം തന്നെ ബിരുദാനന്തര ബിരുദം നേടാൻ ജോ തീരുമാനിച്ചു. മകളായ ജെസ്സിക്കയെ ബേബി കെയറിൽ കൊണ്ടുപോയി ചേർത്തു. തൻ്റെ എഴുത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. ജോയുടെ വിഷമഘട്ടങ്ങളിലൊക്കെ നല്ലൊരു സഹായിയായി എപ്പോഴും സഹോദരിയായ ദീ ഉണ്ടായിരുന്നു. തൻ്റെ ഊർജ്ജസ്വലമായ സമീപനത്താൽ അവർ മിക്കപ്പോഴും ജോയ്ക്ക് ആശ്വാസമേകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ പുസ്തകരചനയെപ്പറ്റി ജോ സഹോദരിയോട് സൂചിപ്പിച്ചു. കുഞ്ഞുനാളുകളിൽ തന്നെ ജോ പറയുന്ന കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സഹോദരി ആ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ജോ പൂർത്തിയാക്കിയ 3 അധ്യായങ്ങൾ അവൾക്ക് വായിക്കാൻ കൊടുത്തു. തൻ്റെ സഹോദരിയെ ആഹ്ലാദിപ്പിക്കുവാൻ അതിന് കഴിയുന്നില്ലെങ്കിൽ ആ പുസ്തകം പൂർത്തിയാക്കുന്നതിൽ താൻ പരാജയപ്പെടുമെന്ന ഉത്കണ്ഠയിലായിരുന്നു ജോ. കുറച്ചു നേരം കൊണ്ട് താളുകൾ മറിച്ചു നോക്കി ശ്രദ്ധിക്കുകയായിരുന്ന ദീയുടെ മുഖത്ത് ഒടുവിൽ ഒരു പുഞ്ചിരി വിടരുകയും അത്
ഉച്ചത്തിലുള്ള ഒരു ചിരിയായി മാറുകയും ചെയ്തു. ഇത് ജോയെ വളരെയേറെ സ്വാധീനിച്ചു. തൻ്റെ സഹോദരി ആ സമയം ചിരിച്ചില്ലായിരുന്നുവെങ്കിൽ പുസ്തകം രചിക്കുവാനുള്ള തൻ്റെ പദ്ധതി ഉപേക്ഷിക്കുമായിരുന്നുവെന്നാണ് ജോ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അതോടുകൂടി എത്ര തന്നെ സഹിച്ചിട്ടും ആ നോവൽ പൂർത്തീകരിക്കണമെന്ന് ജോ ഉറപ്പിച്ചു. എന്നാൽ എഴുതാനുള്ള ജോയുടെ ഉദ്യമത്തിന് ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിലൊന്ന് സമയത്തിൻ്റെ കുറവായിരുന്നു. മകൾ ജെസീക്ക ഉണർന്നിരിക്കുമ്പോൾ എഴുത്തു തീരെ നടക്കാറില്ല. അതിനാൽ സമയം കണ്ടെത്താൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. മകൾ ഉറങ്ങുമ്പോൾ ആ സമയം പൂർണ്ണമായും എഴുതുവാൻ ഉപയോഗിക്കുക. അങ്ങനെ പലപ്പോഴും മകൾ മയങ്ങുമ്പോഴോ വൈകുന്നേരങ്ങളിലോ ആയിരുന്നു എഴുത്തു നടന്നിരുന്നത്. എഡിൻബർഗിൽ അങ്ങോളം ഇങ്ങോളം പലപ്പോഴും കുഞ്ഞുമകളെ പ്രാമിലിരുത്തി ചുറ്റിക്കറങ്ങുമായിരുന്നു ജോ. മകൾ ഉറക്കം പിടിക്കുമ്പോൾ തിടുക്കപ്പെട്ട് കഫയിലേക്ക് എത്തുമായിരുന്നു. അവിടെ വച്ച് എഴുതാനാവുന്നത്ര എഴുതി തീർക്കും. സമയം തീരെ പരിമിതമായിരുന്നതിനാൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ജോ ശ്രമിച്ചിരുന്നു. സഹോദരി ദി ജോയുടെ പ്രയത്നങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിപ്പോന്നു. തൻ്റെ ചേച്ചിയുടെ നോവൽ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ ദി നൽകി. കുഞ്ഞായ ജെസീക്ക ഉറങ്ങുമ്പോൾ മാത്രമല്ല, കാപ്പിക്കടകളിലോ മറ്റിടങ്ങളിലോ സമയം ചിലവഴിക്കുമ്പോൾ പോലും ജോ കുറിപ്പുകൾ തയ്യാറാക്കാനും എഴുത്തു തുടരാനും പ്രയത്നിച്ചു. ആ സമയത്ത് ജോയ്ക്ക് ജോലിയുണ്ടായിരുന്നില്ല. മാത്രമല്ല, ചില സുഹൃത്തുക്കളുടെ സഹായം കൂടി ജോയ്ക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തു. സ്വസ്ഥമായിരുന്ന് എഴുതാൻ ഒരു സ്ഥലം അത്യാവശ്യമാണെന്ന് വന്ന ഘട്ടങ്ങളിൽ ഒരു റെസ്റ്റോറൻറ്റ് അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു. സഹോദരി ദിയുടെ ഭർത്താവിന് കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന ആ ഹോട്ടൽ എഴുതുന്നതിനു വേണ്ടി അവിടെ വളരെ നേരം ചിലവഴിക്കാൻ ജോയെ അനുവദിച്ചിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ കയ്യെഴുത്തു പ്രതി തയ്യാറായി. തീരെ താഴ്ന്ന ഗുണനിലവാരത്തിലുള്ള തൻ്റെ തന്നെ ടൈപ്പ്റൈറ്ററിലായിരുന്നു ജോ പുസ്തകം ടൈപ്പ് ചെയ്തു തീർത്തത്. ഫോട്ടോ കോപ്പി എടുക്കുവാൻ പോലും പണമില്ലാതിരുന്നതിനാൽ 2 സെറ്റ് കോപ്പികൾ വീതം തനിച്ചു തന്നെ ടൈപ്പ് ചെയ്തെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾക്കും പരിശ്രമങ്ങൾക്കുമൊടുവിൽ എഴുതിയതിനെ തിരുത്തിയും വീണ്ടും എഴുതിയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെയും സഹായ സഹകരണങ്ങളോടെയും 1995 ജോ തൻ്റെ ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന പുസ്തകം പൂർത്തീകരിച്ചു. ഇതിനിടയിൽ ഒരു അധ്യാപികയായി ജോ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. കഥകൾ ആദ്യം കേട്ട് വിലയിരുത്തുന്ന സഹോദരി ദിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം അതിൽ ഇനിയും വേണ്ട തിരുത്തലുകൾ വരുത്തണമെന്ന് ജോയ്ക്ക് ധാരണയുണ്ടായിരുന്നു. പഠിപ്പിക്കുന്നതിനിടയിൽ വീണ് കിട്ടുന്ന വിശ്രമവേളകൾ തൻ്റെ കൃതിയിൽ വേണ്ടുന്ന തിരുത്തലുകൾ വരുത്തുന്നതിനായി ജോ ഉപയോഗിച്ചു. അങ്ങനെ നീണ്ട 7 വർഷത്തിനു ശേഷം 1995 താൻ പൂർത്തിയാക്കിയ ഹാരി പോട്ടറെ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുവാൻ ജോ ശ്രമങ്ങൾ തുടങ്ങി. ഇതിനിടയിൽ തന്നെയും മകളെയും തേടി വന്ന ഭർത്താവ് അറാൻഡസിൽ നിന്നും വിവാഹമോചന ശ്രമങ്ങൾ നടത്തിയ ജോ 1995 ജൂണിൽ വിവാഹമോചനം നേടിയെടുക്കുകയും ചെയ്തു. അതിനാൽ അറാൻഡസ് പോർച്ചുഗലിലേക്ക് തിരികെ പോവുകയുണ്ടായി. വളരെ പ്രതീക്ഷയോടെ ജോ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി പലരെയും സമീപിച്ചു. അവർ സമീപിച്ച ഓരോ പ്രസാധകരും ഓരോരോ കുറവുകൾ കണ്ടുപിടിച്ച് പുസ്തകം നിരസിക്കുകയാണുണ്ടായത്. നോവൽ വളരെ നീണ്ടതായിപ്പോയി, പരമ്പരാഗത രീതിയിലായിപ്പോയി, പുതുമയില്ല, കഥകൾ വളരെ സങ്കീർണമാണ്, കുട്ടികളുടേത് മാത്രമായിപ്പോയി എന്നിങ്ങനെ പല കുറവുകളാണ് അവർ ഓരോരുത്തരും കണ്ടത്. ഇങ്ങനെ താൻ തുടരെ തുടരെ സമീപിച്ച ഓരോരോ പ്രസാധകരും പല കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് കൈയൊഴിഞ്ഞപ്പോഴും ജോ തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടുതന്നെയിരുന്നു. അങ്ങനെ തുടർച്ചയായി ജോ സമീപിച്ച 12 പേരും നോവൽ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചു. ഒടുവിൽ ക്രിസ്റ്റഫർ ലിറ്റിൽ എന്ന ഒരു പ്രസിദ്ധീകരണ ഏജന്റ് വഴി ബ്ലൂംസ്ബറി പ്രസാധകർ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ സമ്മതമറിയിച്ചു. 2500 പൗണ്ട് അഡ്വാൻസായി ജോയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആ സുദിനം വന്നെത്തി. 1997 ജൂൺ 26 ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വലിയ പ്രതീക്ഷയില്ലാതിരുന്നതിനാൽ ബുക്കിൻ്റെ 500 കോപ്പികൾ മാത്രമേ ആദ്യ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ.
പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ പ്രസാധകൻ നിർദ്ദേശിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജോ പ്രസിദ്ധീകരണത്തിനായി തൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്തി. JK റൗളിംഗ് എന്ന തൂലികാ നാമം സ്വീകരിച്ചു. തുടർന്ന് അങ്ങോട്ട് തൻ്റെ ഹാരി പോട്ടറുമായി JK റൗളിംഗ് എന്ന ജോ പൊതുജനങ്ങൾക്കിടയിലേക്ക് കുതിക്കുകയായിരുന്നു. 1999 ആ പുസ്തകം 3 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. അത് ജോയ്ക്ക് നെസ്ലെ സ്മാർട്ടീസ് ബുക്ക് പ്രൈസ് നേടിക്കൊടുത്തു. മാത്രമല്ല $1,00,000 US ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ സ്കോളാസ്റ്റിക്കിന് ബുക്ക് വിൽക്കാനും റൗളിങ്ങിന് കഴിഞ്ഞു. തുടർന്ന് ഹാരി പോട്ടർ പുസ്തകങ്ങളുടെ പരമ്പരകൾ തന്നെ പ്രസിദ്ധീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഹാരി പോട്ടർ കഥകളെ അടിസ്ഥാനമാക്കി സിനിമകൾ, പാർക്കുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. അതിലൂടെ മില്യൺ കണക്കിന് ഡോളർ അവർ നേടിയെടുത്തു. അനേകം അവാർഡുകൾ വാരിക്കൂട്ടി. ഒരു സാഹിത്യകാരി എന്ന നിലയിൽ അന്തർദേശീയ തലത്തിൽ വരെ റൗളിംഗ് വളരെയേറെ ബഹുമാനിക്കപ്പെട്ടു. ജോ പ്രതിജ്ഞയെടുത്തിരുന്നത് പോലെ തന്നെ പിൽക്കാലത്ത് തൻ്റെ പുസ്തകങ്ങൾ വിറ്റതിൽ കൂടി നേടിയ വമ്പിച്ച ധനം പലവിധ നല്ല പ്രവർത്തനങ്ങൾക്കും പൊതുനന്മയ്ക്കുമായി അവർ ചെലവഴിച്ചു. തൻ്റെ അമ്മയുടെ നാമധേയത്തിൽ തുടങ്ങിയ ചാരിറ്റബിൾ സ്ഥാപനത്തിലൂടെ വനിതകൾക്കും കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പല നല്ല പദ്ധതികളും റൗളിംഗ് നടപ്പിലാക്കി. ഏകാകികളായ വീട്ടമ്മമാർക്കും അഫ്ഗാനിലെ താലിബാനിൽ നിന്ന് രക്ഷപ്പെട്ട വനിതകളായ വക്കീൽമാർക്കും സൗജന്യ സഹായം നൽകുന്നതുൾപ്പെടെ ഒട്ടനവധി മനുഷ്യത്വപരമായ സേവന പ്രവർത്തനങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ വഴി നടത്തിവരുന്നു. ലണ്ടനിൽ 2015 കണക്കനുസരിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയ ഉദാരമതികളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനക്കാരിയായിരുന്നു മില്യൺ കണക്കിന് ഡോളർ ധനസഹായം നൽകുന്ന റൗളിംഗ്. ഇതിൽ നിന്നും ആ മഹത് വനിതയുടെ ആത്മാർത്ഥത നമുക്ക് വ്യക്തമാണല്ലോ. സുഹൃത്തുക്കളെ, ജോ എന്ന JK റൗളിങ്ങിൻ്റെ ഈ മഹാവിജയത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ചില അടിസ്ഥാന വസ്തുതകളുണ്ട്. വളരെ പരിതാപകരമായ, ദാരുണമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, എന്തിനേറെ സ്വന്തം വിഷാദരോഗത്തിന് അടിപ്പെട്ടിട്ട് പോലും തൻ്റെ പുസ്തക പ്രസിദ്ധീകരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാൻ അവർ സഹിച്ച സഹനത്തിൻ്റെയും ഒരിക്കലും മങ്ങാത്ത പ്രതീക്ഷയുടെയും ഫലമാണ് സ്വാഭാവികമായ ആ വിജയം. 12 പ്രസാധകരും ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഓരോരോ കുറവുകൾ കണ്ടുപിടിച്ച് മടക്കി അയച്ചപ്പോഴും ഒരു നാൾ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യവുമായി ഉറച്ച ചുവടുവയ്പ്പുകളോടെ മുന്നോട്ടു പോയപ്പോഴാണ് അവർ ഒടുവിൽ വിജയത്തിലേക്ക് നടന്നു കയറിയത്. അത് നമുക്കൊരു പാഠമാകുക. മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. നമസ്തേ.